മോളെ ലക്ഷ്മി. അച്ഛനാത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു കള്ളൻ ഇറങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ വിട്ടിട്ട് ഓടിക്കുക. എവിടെയാണ് പതുങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ലേ? ഒന്നാമത് ഇപ്പോ ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാം തട്ടിപ്പ് പാർട്ടീസ് അല്ലേ. രാത്രിയായി ഇറങ്ങും. താടിത്തെണ്ടിനെ കിട്ടിങ്ങ ഈ തെണ്ടിനെ രക്ഷിക്കായിരുന്നു. അല്ലാതെ നിന്റെ അപ്പൻ എന്താ എന്താ? അല്ലേടാ ഞങ്ങൾ ആളറിയാതെ ഇവിടെ കള്ള റേഷൻ കാർഡ് അഡ്രസ് ആയിട്ട് വരും എന്നാ പിടിച്ചോളാൻ പറഞ്ഞിട്ട്. ഒന്ന് പോയടാ, പോയേ. പോടാ അവിടുന്ന്. വല്ലം പറ്റിയോടാ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ കുറിപ്പേട്ടാ? ഇനി ഇടിച്ചവര് ചമ്മന്തി ആക്കിയോ? എന്റെ ചമ്മന്തി കുറച്ച് വേണം കഞ്ഞിക്ക് കൂട്ടാൻ. ടർപ്പറ്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാരാ നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടിയാ സമയം. എന്താടത്? ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. ഉറപ്പേ, ഇത് നിങ്ങളുടെ വഴയാണോ? അതെല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ. ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടെ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ. എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ. ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞേക്കാന്നല്ലാതെ ഒരു കള്ളന് ജീവനോടെ നേരിട്ട് നിന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലള പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ. ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, ഇന്ന് നിന്റെ ഒരു അച്ഛനെങ്ങനെ പിടിച്ചിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞ. ഓടിക്കോ ഓടിക്കോ. നമ്മള് പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, എന്താ സംശയമുണ്ടോ? ഷേർഷാ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ തലയോട്ടിയോട് ചോദിച്ചാൽ മതി. അവ പറഞ്ഞത്. അതിന് തലയോട് സംസാരിക്കില്ലല്ലോ ഷേർഷാ. തലയോട്ടികൾ സംസാരിക്കാറില്ല. അതുകൊണ്ടാണ് ഷേർഷാ സംസാരിക്കുന്നത്. ഇതാരുടെ തലയോട്ടിയാണെന്ന് അറിയാമോ? ഇല്ല.
നിങ്ങൾക്കെന്നല്ല ലോകത്താർക്കും അറിയില്ല. ഒരുപാട് ബ്രെയിനുകൾ ഉപയോഗിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജപ്പാനിലെ കുപ്രസിദ്ധ അധോലോക ചക്രവർത്തിയായ മിത്സുയ ടഹാഷി. ഇതയാളുടെ 40ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. ഇതയാളുടെ 10ാമത്തെ വയസ്സിലുള്ള തലയോട്ടി. വന്ന കാര്യം പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. എനിക്കിന്ന് 3 കൊലപാതകങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. 4, 5. അതെ, 6. എന്റെ ഭാര്യയ്ക്ക് ഒരു സംശയം. എന്താ, നിങ്ങൾ അവളുടെ ഭർത്താവല്ലെന്നാണോ? അതല്ല. അതിൽ കൊണ്ടുപോകരുത്. എന്താ? വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ കെട്ടി തൂക്കിയത്. അത് എന്താന്ന് വെച്ചാൽ എന്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമുണ്ടോ എന്നുള്ളതാണ് അവളുടെ സംശയം. അപ്പോ ഞാൻ അവളെ കൊന്നു തരണോ അല്ലേ? അയ്യോ, കൊല്ലൊന്നും വേണ്ട. പിന്നെ എന്റെ ഭാര്യയോട് എനിക്കുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയൊരു മാർഗം. ഒരു കാര്യം ചെയ്യാം. തന്റെ ഭാര്യയോടൊപ്പം ഞാൻ കുറച്ചു ദിവസം താമസിച്ച് നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് ഞാൻ അവൾക്ക് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാം. അതൊന്നും വേണ്ട, വഴി ഞാൻ പറഞ്ഞുതരാം. വഴി നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓ, ഞാൻ പറയുന്നത് കേൾക്ക്. ഗർഭിണിയായ എന്റെ ഭാര്യയും ഞാനും കൂടി നാളെ അമ്പലത്തിൽ പോകുന്നു. ഗർഭിണിയായ ഭാര്യയും കൊണ്ട് അമ്പലത്തിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത്. എന്റെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ. ഞാനും ഭാര്യയും കൂടി നടന്നു വരുമ്പോൾ ഇക്കവളെ ഉപദ്രവിക്കുന്ന പോലെ അഭിനയിക്കണം, കയറി പിടിക്കണം. ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊന്നും ശേർഷ പോകാറില്ല. ഒരു കാര്യം ചെയ്യാം, എന്റെ ശിഷ്യൻ ബൂർഷയെ വിടാം. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റൂല. ഈ പണിക്ക് വേറെ ആരെ നോക്കിട്ട് കിട്ടിയില്ലേക്കാം. എന്റെ ലൈഫിന്റെ പ്രശ്നം നാളെ വരണം. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ നാളെ നിങ്ങൾ പറഞ്ഞ റോഡിൽ ഈ മഞ്ഞ ഹെൽമെറ്റും ധരിച്ച് ഞാൻ അവിടെ ഉണ്ടാകും. ശരി, നിൽക്കൂ. ശേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ മുസ്ലിമാണ്. അത് നന്നായി. പൊക്കോളൂ. എന്മേലെ കോമാ മറந்துடுறா. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. ருக்கு, നാളെ കാലയിல കോവില് പോണോ, ഒരു சத்ரு சம்ஹார புஷ்பாஞ்சலி பண்ணணும். நான் வரல, நீங்க போங்க. சரி, பரவாயில்ல, நீ வரலன்னா நான் போலாம். மைண்ட் ஒன்றும் சரியல்ல, உடம்புக்கெல்லாம் ஒரே வலி, ஒரு பிரச்சனை என்ன தெரியாது. என்னன்னு தெரியாது. நெஞ்சு வலிக்குதா? ஆமா. சரி சரி, தூங்கிக்கோங்க, நாளைக்கு கோயிலுக்கு போலாம். தூங்கிக்கோங்க, தூங்குங்க. இது என்னாச்சுன்னா? என்ன இப்ப நம்ம கோயில இருந்து வேற எங்கேயாச்சும் போறோமா? இல்ல, எங்க இல்ல அண்ணா. இன்னைக்கு எனக்கு மல்லி மாலை, பிச்சி மாலை, கரம்பம் எல்லாம் வாங்கணும். அவ்வளவுதானே. எதுக்கு இருக்கு? இப்ப തന്നെ നമുക്ക് എത്രയോ ബിസിനസ് ഉണ്ട്. அதுக்கு மேல எதுக்கு இந்த பூ பிசினஸ்? ஐயோ, அதுக்கு இல்லன்னா வட்டா கோயிலில பூஜை பண்றதுக்கு. என்ன ஐயப்பன் கோயில் போற வழி இதானா? ആ വഴി പോയാൽ നടക്കില്ല, ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ല, அந்த வழி அரேஞ்ச்மெண்ட்ஸ் எல்லாம் ரொம்ப மோசம். உள்ள நம்ம சின்ன கண்ணன் இருக்கு இல்லையா, அப்ப கெட்டர்ல இப்படி இப்படி போச்சுன்னா பிரச்சனை ஆயிடும். அதான் அப்படிதானே. என்ன எனக்கு இன்னைக்கு உங்க கையால ஏதாவது வாங்கி கொடுங்க. எல்லாம் வாங்கி தரேன், சீக்கிரம் தடு. அந்த சாரி வாங்கி தரேன். பிடிச்சு பிடிச்சு இதாளு. இவ்வளவு വലിയ கடை? ஆமாமா, വലിയ கடை. நைட்டி இருக்கு, சாரி இருக்கு. என்ன வேணும்? அந்த சாரியா பிடிச்சா புள்ளே. அப்படியே நைட்டிக்கு அப்புறமா அந்த வயலட் வேணுமா? வயலட் சாரியா? எனக்கு பிடிக்கல. யாருடா என் பொண்டாட்டி மேல கை வச்சது? டேய், வெளிய வா. டேய், பொண்டாட்டி மேல கை வைக்கிறதா? யாரு தெரியுமா? எப்படி இருக்கு? இருக்கு பாரு. ஆஹா, அண்ணே, டேய், அடி அடி, நிறுத்து நிறுத்து. എന്നെ കൂടാതെ ഹെൽമെറ്റ് ധരിച്ച വേറൊരുത്തരും ഇനി ഒരു അവസരം വരട്ടെ. തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ ആശാനെ? ഷേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ക്രിസ്ത്യാനിയാണ്. എന്റെ വൈഫാണ് എന്റെ മാനകളെ. ഫ്രണ്ട് എന്നെ കണ്ട പിന്നെ നിലത്ത് നിർത്തൂല്ല. ഭയങ്കര തമാശക്കാരൻ. ഇടിച്ചാണ് നിർത്തണം.
എന്താണ് ഇവിടെ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നോ? അറിയാതെ ലേഡീസ് ടോയ്ലറ്റാ. അയ്യോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. ഇവനത് എവിടെ പോയി? എടാ ഒന്ന് വേഗം വാടാ, കേറടാ. ഒന്ന് പാടാ. എനിക്കും തോന്നി. അത് പിന്നെ അത്യാവശ്യമായതുകൊണ്ടാ. ആരോടും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. എന്തത്യാവശ്യം? അത് മറ്റേ നാണോ ഇല്ലല്ലോ തനിക്ക്. പോയെ. എന്താണോ ഒരു ചുറ്റിക്കളി? പോട്ടെ. അയ്യോ ഗവൺമെന്റല്ല കണ്ടും കേട്ടും ഒക്കെ നടക്കണം. മോള് പോക്കോ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ചേട്ടത്തേ ഇതാര്? അതെ, ഇവന്മാരൊക്കെ ഒന്ന് നോക്കിയാ മതി. പൊക്കോ പൊക്കോ, ചെല്ല് ചെല്ല്. പോടാ. നിന്റെ ചട്ടുകാല് മനുഷ്യന് വഴി നടക്കാനും പറ്റില്ല. ഓ, ഇതൊന്നും മറച്ചിടാനും ഒരുത്തനും വയ്യ. അയ്യോ, ബക്കറ്റ് എടുത്ത് വെച്ചടാ, കാര്യത്തിൽ പെടും. കുളിക്കാം. ഒരു ഉള്ളി അരിഞ്ഞാനാ ഒലിപ്പിക്കണ്. ഹായ്, ഇന്നാ കഴുത്തിലിട്ടോടാ അവന്റെ ഒരു ഉണ്ടാക്കല്. മര്യാദക്ക് പരത്തിയിട്ടാ, നക്കാൻ പഠിച്ചാ പോരാ. എന്റെ കർത്താവേ, ഇതെന്നെ തീറ്റിക്കുന്നു ഞാൻ. ഇങ്ങനതൊക്കെ ഒന്ന് കാണാലോ. കോഴിയാടും പോത്തു കഴിച്ചു. ചേട്ടത്തിയേ അങ്ങോട്ട് മാറിയേ, ഞാൻ കഴിവാം. ഞാൻ കഴിക്കോളാം. ചേട്ടത്തിയേ ഇന്ന് വൈകുന്നേരം വന്ന പെണ്ണേതാ? നല്ല മുഖപരിചയം. ഇതറിയാനായിരുന്നു എന്റെ പുറകെ മണപ്പിച്ചേർന്നിരുന്നതില്ലേ? അതെന്റെ ഇളയ മോളാ. അവളെ നിനക്ക് മുഖപരിചയം കാണില്ല, പക്ഷേ അവളുടെ കെട്ടിയോനെ നീ അറിയും. കൊടുവാൾ ഷാജി അറിയില്ലേ? അവന് ഈയിടെ ജയിലിൽ നിന്ന് വന്നിട്ട് എടാ ഇത് കോഴിയാ, നിന്റെ വേല തരുന്നു അതിന്റെ അടുത്ത് നടക്കില്ല. അയ്യോ കണ്ടില്ലല്ലോ. അവൻ കാണില്ല. വായ വെച്ചൊരു സാധനം തിന്നാൻ കൊള്ളില്ല. പോത്ത് പോലെ ഇത്തണ്ടോ ഓരോന്ന്. റാണി ചേച്ചി ക്യാൻറ്റീനിലേക്കാണോ? ക്യാൻറ്റീനിലേക്കല്ലാതെ പിന്നെ ക്യാബറയ്ക്കാണോ? കണ്ടാലങ്ങനെ തോന്നും. ഞാനൊരു കുശലം ചോദിച്ചതല്ലേ എന്റെ ചേച്ചി. നീ കൊറേ കുശലം പറയും, എനിക്കറിയാവുന്നതല്ലേ. അല്ലെങ്കിലും ഈ റാണി ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. എന്റെ മോനെ വലിയ പെരുന്നാൾ വന്നിട്ട് ഉപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നല്ലേ ഇത്. ഒന്ന് പോ എന്റെ റാണി ചേച്ചി. എന്റെ പാടത്ത് തന്നെ വേണോടാ നിനക്ക് വിളവിളക്കാൻ. പിന്നെ ഒരു ക്യാരറ്റ് എടുക്കാൻ. എന്റെ പെണ്ണുമ്പിള്ളടുത്താണ് നിന്റെ ക്യാരറ്റ് കച്ചവടം. ഒരുമാതിരി വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ, കെട്ടിയവനാണ് കോളേജാണെന്ന് ഞാൻ നോക്കില്ല. എന്റെ തനി കൊണ്ടുപിടിപ്പിക്കരുത്. ഒരു വേണ്ടതിനായിട്ട് വന്നോളൂ. ഇവർക്കൊക്കെ മോഹിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ. എന്തായാലും കെട്ടിപ്പോയില്ലേ, ചുമന്നല്ലേ പറ്റൂ. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. ചാരുചിത്രത്തിലെ വീരാംഗനയവൾ, സ്വപ്നാംബരത്തിലെ ചന്ദ്രലേഖ. എന്നും പ്രഭാതങ്ങൾ എന്ന പോലെ കാണാൻ കൊതിക്കുന്ന കാഴ്ച പോലെ ഇവൾ. വന്നു ദാ പോയി. എന്താടാ എത്ര കർക്കിടകം വന്നു പോയി. ഇതിനൊന്നും ചാക്കാലേ കഷ്ടം.